जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंदा जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंदा जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंदा ഹരേ കൃഷ്ണ. നമ്മൾ ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീലയിലെ അധ്യായം 4 ശ്രീ ചൈതന്യ അവതാരത്തിന്റെ രഹസ്യ കാരണങ്ങൾ എന്ന അധ്യായത്തിലെ 181 ശ്ലോകം മുതലാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ശ്ലോകത്തിലോട്ട് കിടക്കാം. तबे देखिए गोपीर निज देह प्रीता से होता कृष्णेर लागी जानिह निश्चिता. तबे देखिए गोपीर निज देह प्रीता से होता कृष्णेर लागी जानिह निश्चिता. तबे देखिए गोपीर निज देह प्रीता से होता कृष्णेर लागी जानिह निश्चिता. തബേ ഇപ്പോൾ എന്തെല്ലാം ദേഖിയെ കാണുന്നു ഗോപികമാരുടെ നിജദേഹെ സ്വന്തം ശരീരങ്ങളിൽ പ്രീത സ്നേഹം സേഹോ അത് തീർച്ചയായും കൃഷ്ണേരല്ലാകി കൃഷ്ണനു വേണ്ടി ജാനിക അറിയുക നിശ്ചയമായും. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയ ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: ഇപ്പോൾ ഗോപികമാർ സ്വന്തം ദേഹപ്രീതിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നതായി നാം കാണുന്നുവോ അവയെല്ലാം നിശ്ചയമായും കൃഷ്ണനു വേണ്ടി മാത്രമുള്ളതാണെന്ന് അറിയുക. ഭാവാർത്ഥം: ഗോപികമാർ പ്രദർശിപ്പിച്ച നിസ്വാർത്ഥമായ ഭഗവത് പ്രേമത്തിന് സമാനതകളില്ല. അതുകൊണ്ട് അവരുടെ സ്വന്തം അലങ്കാരങ്ങളിലുള്ള ശ്രദ്ധയെ നാം തെറ്റിദ്ധരിക്കരുത്. ഗോപികമാർ കഴിയുന്നത്ര മനോഹരമായി അണിഞ്ഞൊരുങ്ങും ഇത് അവരെ കാണുന്ന കൃഷ്ണനിൽ സന്തോഷം ഉണ്ടാക്കുവാനാണ്. അവർക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾ ഒന്നുമില്ലായിരുന്നു. കൃഷ്ണന്റെ സന്തോഷത്തിന് വേണ്ടിയുള്ളതാണ് തങ്ങളുടെ ശരീരങ്ങൾ എന്ന് കണക്കാക്കി അവരുടെ ശരീരങ്ങളും അവർക്കുള്ള സകലതും ശ്രീകൃഷ്ണന്റെ സേവനത്തിനു വേണ്ടി അവർ സമർപ്പിച്ചു. തങ്ങളെ കാണുമ്പോഴും സ്പർശിക്കുമ്പോഴും കൃഷ്ണന് സന്തോഷം ഉണ്ടാകുമെന്ന ധാരണയോടെ അവർ സ്വയം അലങ്കരിച്ചു. ഓം അജ്ഞാന ശ്രീചന്ദ്രന മനോവിശ്വം സ്ഥാപിതമേന ഭൂതരെ സ്വയം രൂപതമാഹിഷ്ടപദാന്തകം വന്ദേഹം ശ്രീഗുരു ശ്രീരപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹനരഘുനാഥാം വിദന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദ സഹനിർദ ശ്രീനാവിശാഖാൻവിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണെ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണെ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ചൈതന്യ ചരിതാമൃതത്തിലെ 4-ാം അധ്യായത്തിലെ 181 ശ്ലോകമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ കഴിഞ്ഞ ശ്ലോകങ്ങളും ഈ വരാൻ പോകുന്ന ശ്ലോകങ്ങളും കാണാൻ സാധിക്കും ഇത്രത്തോളം ഗോപികമാരുടെ സ്നേഹം അത്രയും പരിശുദ്ധമാണ്. അവരുടെ സേവന മനോഭാവം ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന ഒരേ ഒരു ആഗ്രഹം മാത്രമേ അവർക്കുള്ളൂ. അപ്പം പരിശുദ്ധ ഭക്തി എന്താണെന്ന് നമുക്ക് കാണിച്ചു തരികയാണ് ഗോപികമാർ. അതുകൊണ്ട് തന്നെ ഭഗവാനും ഗോപികമാരോട് കടപ്പെട്ടവരാണ്. കാരണം തിരിച്ചൊന്നും കൊടുക്കാനില്ല. കാരണം പരിശുദ്ധ ഭക്തിയോടെ ഒരു ഭക്തൻ ഭഗവാനെ സേവനം ചെയ്യുന്ന സമയത്ത് ഭഗവാൻ തന്നെ ആ ഭക്തനോട് കടപ്പെട്ടവനായി തീരുന്നു. കാരണം എന്താണ്? കാരണം ഭക്തൻ വേറൊന്നുമേ പ്രതീക്ഷിക്കാതെ എനിക്ക് എന്തെങ്കിലും ഭൗതിക ലാഭത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പേരിനോ പ്രശസ്തിക്കോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും നേടണം അല്ലെങ്കിൽ ഇവൻ മുക്തി കൂടി നേടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയല്ല ഒരു ഭക്തൻ അവിടെ ഭഗവാനെ സേവിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഭക്തി എന്ന് പറയുന്നത് ഏറ്റവും നമുക്കറിയാൻ സാധിക്കും. ഒരു ഭക്തൻ
ആഗ്രഹിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഭക്തി തന്നെയാണ്. അല്ലെ, നമുക്ക് മുക്തി ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് ഭഗവത് ധാമത്തിലോട്ട് പോകണം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ, ബാക്ക് ടു ഗോഡ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ശരിയായി ഒരു ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭക്തൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഏതൊരു അവസ്ഥയിലും ഭഗവാനെ മറക്കരുത്, ഭഗവാനെ സേവനം ചെയ്യാൻ സാധിക്കട്ടെ, അല്ലെങ്കിൽ ഭഗവാനെ പരിശുദ്ധ ഭക്തിയുടെ സേവനം അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ എന്ന ആഗ്രഹം മാത്രമാണ് ഒരു ഭക്തൻ പ്രകടിപ്പിക്കേണ്ടത്. അപ്പൊ അതാണ് പരിശുദ്ധ ഭക്തി. കാരണം ആ ഒരു തലം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നത് അപ്പുറമാണ്. പക്ഷെ അതാണ് ആചാര്യന്മാർ പറയുന്നത് പരിശുദ്ധ ഭക്തിയെ പറ്റിയാണ്. ഈവൻ നമ്മൾ ഭഗവാന്റെ ധാമത്തിലോട്ട് പോകുന്നതോ മുക്തി നേടുന്നതോ ഒക്കെ സെക്കൻഡറി ആണ്. പ്രൈമറി എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധ ഭക്തി തന്നെയാണ്. അപ്പൊ അതിന് നമുക്ക് കാണിച്ചു തരികയാണ് ശ്രീമതി രാധാറാണിയും ഗോപികമാരും. ഇപ്പം ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തില് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ലീലകൾ കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെയും നമുക്ക് ചൈതന്യ മഹാപ്രഭു എന്തുകൊണ്ടാണ് ആ ഒരു അവതാരം എടുത്തത്, അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ തന്നെ ചൈതന്യ മഹാപ്രഭു എന്തുകൊണ്ട് അവതാരം എടുത്തു, അതിനൊരു കാരണം എന്ന് പറയുന്നതും ഈ ഒരു ലീല തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഗോപികമാർ ഭഗവാനെ സേവനം ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു സന്തോഷം, ആ ഒരു രുചി, അതിനെ അറിയാൻ വേണ്ടി തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ തന്നെ ചൈതന്യ മഹാപ്രഭുവിടെ അവതരിച്ച് രാധാറാണിയുടെ കൂടെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഈവൻ ഭഗവാൻ തന്നെ അവരുടെ അടുത്ത് എന്താണ് അപേക്ഷിക്കുകയാണ്. ഭഗവാൻ തന്നെ അപേക്ഷിക്കുക. എന്താണ് അപേക്ഷിക്കുന്നത്? തിരിച്ചൊന്നും എനിക്ക് തരാനില്ല, അല്ലെ, വേറെ പ്രതിഫലമായിട്ട് തരാൻ എനിക്ക് ഒന്നുമേ ഇല്ല എന്ന് ഭഗവാനോട് പറയാണ് ചെയ്തത് ഗോപികമാരോട്. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും, അതായത് ശ്രീമദ് ഭാഗവത്തിലെ 10-ാം സ്കന്ധത്തിലെ 32-ാം അധ്യായത്തിൽ 22-ാമത് ശ്ലോകമാണ് അല്ലെ. അതിലെന്താണ് പറയുന്നത്? ന പാരയേഹം നിരവധ്യ സംയുജാം സ്വസാധു കൃത്യം വിബുധാ യുഷാവിവാ യാമാഭജൻ ദുർജയ ഗേഹശൃംഖല സംവൃശ്യ തത്വ പ്രതിയാതു സാധുന. വിവർത്തനം: അല്ലയോ ഗോപികമാരെ, നിങ്ങളുടെ നിഷ്കളങ്കമായ സേവനത്തിനുള്ള കടം വീട്ടാൻ ബ്രഹ്മാവിന്റെ ഒരു ആയുഷ്കാലത്തിനുള്ളിൽ പോലും എനിക്ക് ആവില്ല. എന്നോടുള്ള നിങ്ങളുടെ ബന്ധം തിരസ്കരിക്കാൻ കഴിയാത്തതാണ്. ഛേദിക്കാൻ പ്രയാസമേറിയ എല്ലാ ഗാർഹിക ബന്ധങ്ങളും ഉപേക്ഷിച്ച് നിങ്ങൾ എന്നെ ആരാധിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ സ്തുത്യർഹമായ പ്രവൃത്തികൾ തന്നെ നിങ്ങൾക്കുള്ള പ്രതിഫലമാകട്ടെ. അപ്പം ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഭാഗവത്തില് ഗോപികമാരുടെ വിരഹഗാനം ശ്രവിച്ചതിന് ശേഷം വീണ്ടും ഭഗവാൻ ഭഗവാൻ തന്നെ പറയുന്ന ഈ ശ്ലോകമാണ് അല്ലെ. അപ്പൊ അവിടെ കാണാൻ സാധിക്കും അല്ലെ, ബ്രഹ്മാവിന്റെ ഒരു ആയുഷ്കാലത്തിൽ പോലും അവർക്ക് സേവനത്തിൽ കടം വീട്ടാൻ സാധിക്കില്ല ഭഗവാൻ തന്നെ പറയണം അല്ലെ. ഭഗവാന് ആക്ച്വലി ആർക്കും കടമില്ല അല്ലെ, നമ്മളെല്ലാവരും ഭഗവാന്റെ അടുത്ത് കടപ്പെട്ടവരാണ്. പക്ഷെ അതേ സമയത്ത് അതേ ഭഗവാൻ തന്നെ ഒന്ന് പറയാണ്, അവരുടെ ഭക്തി, ഗോപികമാരുടെ ഭക്തിക്ക് തിരിച്ചു തരാൻ എനിക്ക് ഒന്നുമേ ഇല്ല. എന്തുകൊണ്ടാണ്? അതിന് കാരണം എന്താണ്? ഭഗവാൻ തന്നെ പറയുന്നതാണ്, അവരുടെ ബന്ധം തിരസ്കരിക്കാൻ സാധിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം അവര് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള പ്രയാസമേറിയ കാര്യം എന്താണ്? നമുക്കറിയാൻ സാധിക്കും, ഭൗതികമായിട്ടുള്ള ബന്ധങ്ങൾ ഛേദിക്കാനാണ് അല്ലെ. ഭൗതികമായിട്ടുള്ള ബന്ധങ്ങൾ നമുക്ക് ഛേദിക്കാൻ വെച്ചാൽ വളരെ എളുപ്പമായിട്ടുള്ള കാര്യമല്ല, വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് എന്തെങ്കിലും ഭൗതികമായിട്ട് എന്തെങ്കിലും നഷ്ടപ്പെടുന്ന സമയത്താണ് നമുക്ക് അറിയാൻ സാധിക്കുക എത്രത്തോളം ഞാൻ അതിനോട് ആസക്തനാണെന്ന്. നമുക്ക് പറയാൻ എളുപ്പമായിരിക്കും നമ്മുടെ ശരീരമല്ല ആത്മാവാണെന്നൊക്കെ. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു ശരിക്കും നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഏതെങ്കിലും വരുന്ന സമയത്താണ് നമുക്ക് യഥാർത്ഥമായിട്ടും നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും, ഞാൻ എത്രത്തോളം ഭൗതികമായിട്ട് ആസക്തനാണോ അല്ലെ ആത്മീയമായിട്ട് ആസക്തനാണോ എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ നമുക്ക് സാധിക്കുക. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ അവരെന്താ എല്ലാ ഗാർഹിക ബന്ധങ്ങളും ഉപേക്ഷിച്ചാണ് ആര് വന്നു? ഗോപികമാർ അല്ലെ. രാത്രിയോട് രാത്രി അവർ വരികയാണ് ചെയ്യുന്നത് അല്ലെ. ബാക്കി എല്ലാത്തിനെയും ത്യാഗം ചെയ്ത് ബാക്കി സമൂഹത്തിലുള്ള ആൾക്കാർ എന്ത് പറയുന്നോ, അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർ എന്ത് ചിന്തിക്കുന്നോ, ഇതൊക്കെ മാറ്റിവെച്ച് എന്താണ് അവരുടെ ഒരേ ഒരു ആഗ്രഹം? ഭഗവാന് സന്തോഷം കൊടുക്കുക, ഭഗവാനെ തൃപ്തിപ്പെടുത്തുക എന്നൊരു ചിന്തയോടെയാണ് അവർ വേറൊന്നും പ്രതീക്ഷിക്കാതെയും ചിന്തിക്കാതെയും ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുന്ന അതിനെപ്പറ്റിയും ചിന്തിക്കാതെയും അവർ വന്ന് ഭഗവാന് സന്തോഷം കൊടുക്കാനുള്ള കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അപ്പം ഭഗവാൻ തിരിച്ചു പറയാൻ എന്താണ്? നിങ്ങളുടെ അത്രയും ഗ്ലോറിയസ് അല്ലെ, സ്തുത്യർഹമായ പ്രവൃത്തികൾ തന്നെ നിങ്ങൾക്കുള്ള പ്രതിഫലമാകട്ടെ. കാരണം അത്രയും അവരുടെ ആ ഭക്തി തന്നെയാണ് തിരിച്ച് അവർക്കുള്ള പ്രതിഫലമായിട്ട് ഭഗവാനോട് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും, അവര് ആ നിസ്വാർത്ഥമായ ഭഗവത് പ്രേമത്തിന് സമാനമായിട്ട് വേറെ നമുക്ക് കാണാൻ സാധിക്കില്ല. ശ്രീമദ് ഭാഗവതമോ ഏതൊരു പുരാണം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അത് കാണാൻ സാധിക്കില്ല. കാരണം എന്താണ്? അവര് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ ഭാഗവതത്തിൽ കൊടുത്ത പോലെ തന്നെ അവരെന്തൊക്കെ കാര്യം ചെയ്യുന്നതോ അതൊക്കെ ഭഗവാന് തൃപ്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ.
അവര് മനോഹരമായിട്ട് അണിഞ്ഞൊരുങ്ങുന്നതും അല്ലെങ്കിൽ നല്ല അലങ്കാരം ചെയ്യുന്നതൊക്കെ എന്തിനാണ്? അതൊക്കെ ഭഗവാന് സന്തോഷം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മളെ പോലെയൊക്കെ നമ്മൾ അലങ്കരിക്കുന്നത് നമുക്ക് കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ എത്രത്തോളം മനോഹരനാണ് എന്ന് ചിന്തിക്കാനല്ല. അവര് ചെയ്യുന്നത് എന്തിനാണ്? ഭഗവാന് സന്തോഷം കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഗോപികമാരെന്ത് ചെയ്യുന്നു? അവര് വന്നിട്ട് അത്രയും മനോഹരമായിട്ട് അലങ്കരിക്കുന്നതും ഇതൊക്കെ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്താലും കൃഷ്ണന് സന്തോഷം കൊടുക്കേണ്ടതാണ്. ഈവൻ എന്ത് ബുദ്ധിമുട്ടുകൾ നേരിട്ടാലും പ്രശ്നമില്ല. ഭഗവാന് സന്തോഷം കൊടുക്കാൻ ഉള്ള ഒരേ ഒരു കാര്യമാണ് ഗോപികമാർ പറഞ്ഞു തരുന്നത്. അപ്പൊ അത് തന്നെയാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ? ഗോപി ഭർത്തു പദകമലയോ ദാസ. അപ്പൊ ഗോപികമാരുടെ കാലടിപ്പാടുകൾ നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്യും. അവരുടെ ദാസന്മാരായിട്ടാണ് നമ്മൾ സേവനം അനുഷ്ഠിക്കണം എന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പം അവർ ചിന്തിക്കുന്നതാണ് എന്റെ ശരീരം എന്ന് പറയുന്നതും ഭഗവാന് വേണ്ടിയിട്ടാണ്. അപ്പൊ ശരീരവും അവരുടെ സർവ്വവും എല്ലാം ഭഗവാന് വേണ്ടിയിട്ടാണ്, ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഉള്ള ആ ഒരു ബോധത്തോടെയാണ് അവര് ഓരോ സേവനങ്ങളും ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഗോപികമാരുടെ ഭക്തി ഏറ്റവും ടോപ്പ് മോസ്റ്റ്. ശ്രീല പ്രഭുപാദും പറയാറുണ്ട്, നമ്മളെന്താണ് ഒരു ഗോപി ജനവല്ലഭനായിട്ട് മാറാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതായത് ഗോപികമാരുടെ കാലടിപ്പാടുകൾ നമ്മൾ പിന്തുടരുക എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. അപ്പൊ എന്താണ്, നമുക്ക് രണ്ട് കാര്യങ്ങൾ ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഗോപികമാരുടെ കാലടിപ്പാട് പിന്തുടരുക എന്ന് പറയുന്ന സമയത്ത് അനുകരണവും അനുശരണം എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പറയാറുണ്ട്. എല്ലാവരും കേട്ട കാര്യം തന്നെയാണ്, എന്നാലും ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അനുകരണം അല്ലെങ്കിൽ അനുശരണം. അനുകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അവരെ ഇമിറ്റേറ്റ് ചെയ്യുക, അവർ ചെയ്യുന്ന പോലൊക്കെ കാര്യങ്ങൾ ചെയ്യുക, അല്ലെ? ഇപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോപികമാര് ചിലപ്പം എന്ത് ചെയ്യും? ഒരു അവര് പലപ്പോഴും കൃഷ്ണന്റെ വിരഹ വേദനയോടെ അവര് പല കാര്യങ്ങളും ചിന്തിക്കുന്ന കാര്യം നമ്മൾ ശാസ്ത്രങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ച് ചില ആൾക്കാർ ആർട്ടിഫിഷ്യലായിട്ട് അല്ലെ, ആർട്ടിഫിഷ്യലായിട്ട് അവര് ഗോപികമാരെ പോലെ അഭിനയിച്ച് അവർ കരയുന്ന പോലെ കാണിച്ച് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും കാണാൻ സാധിക്കും. അവര് സഹജീയമായെന്ന് പറയും. അപ്പൊ ശരിക്കും ആ ഒരു മൂഡ് ഡെവലപ്പ് ചെയ്യാതെ നമ്മൾ എന്താണ്, നമ്മൾ ചിന്തിക്കും ഞാൻ ഗോപിയാണ് അല്ലെങ്കിൽ ഞാൻ ഗോപനാണ്, ഞാൻ ഇതാണ് അതാണ് എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ തന്നെ സാങ്കല്പികമായിട്ടും പലതും മനസ്സിൽ കരുതി ചെയ്യുന്ന ഭക്തി, അതാണ് അനുകരണം. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് നമ്മളെ നശിപ്പിക്കും. ആക്ച്വലി അങ്ങനെ അനുകരണം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും നമ്മുടെ ഗൗഡീയ വൈഷ്ണവ പരമ്പര അനുകരിക്കാൻ പറയുന്നില്ല. നമ്മളെന്താണ് അനുശരണം എന്നാണ് പറയുന്നത്. അനുശരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ കാലടിപ്പാടുകളെ ശരണം പ്രാപിച്ച് നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുകയാണ്, അല്ലെ? നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരാൻ ആരുണ്ട്? നമുക്ക് ശീല പ്രഭുപാദം ആചാര്യന്മാരുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും ശീല പ്രഭുപാദിനെ മറികടന്ന് ഞാൻ എന്തെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം ശീല പ്രഭുപാദ് വളരെ വ്യക്തമായിട്ടും കലിയുഗത്തിലെ വ്യക്തികൾക്ക് ഏത് രീതിയിൽ ഒരു പരിശുദ്ധ ഭക്തനാവാന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓൾറെഡി ശാസ്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഭാഗവതം ഭഗവത്ഗീതയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ് പറയുന്നത്? അപ്പൊ ഒരിക്കലും ഒരു വ്യക്തി സ്വന്തമായിട്ടും ഞാൻ ഗോപനാണ് ഗോപിയാണ് ചിന്തിക്കുന്നത് ജസ്റ്റ് നമ്മളൊരു മണ്ടത്തരം മാത്രമാണ്. കാരണം അങ്ങനെയൊന്നും അല്ല നമ്മൾ ആക്ച്വലി വന്നിട്ട്. നമുക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ആണ് ഉള്ളത്? നമ്മുടെ അകത്ത് എത്രയോ കാമം, ക്രോധം, ലോഭം, മതം, മാത്സര്യമൊക്കെ ഉള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ആ ഒരു ലെവലിലോട്ട് ചിന്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ അനുസരണം അല്ലെ, നമ്മൾ ആചാര്യന്മാരും നമുക്ക് ഗുരുവര്യന്മാരും പറഞ്ഞു തരുന്ന ആ കാഴ്ചപ്പാടുകളെ നമ്മൾ പിന്തുടരാൻ ശ്രമിക്കാനുള്ള കാര്യമാണ്. അപ്പൊ അവര് പറഞ്ഞു. അപ്പൊ നമ്മളെന്താണ്, അപ്പൊ ചൈതന്യ മഹാപ്രഭു തന്നെ പറയുന്നതാണ് ഗോപി ഭർത്തു പദകമയോ ദാസാനുദാസ. അപ്പൊ അദ്ദേഹം അതാണ് പറയുന്നത്. ചൈതന്യ മഹാപ്രഭു തന്നെ അല്ലെ, ഭഗവാൻ സ്വയം കൃഷ്ണൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരാണ് എങ്ങനെയാണ് ഒരു ഭക്തന്റെ വ്യവഹാരം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാണ്. അപ്പൊ അങ്ങനെ നമ്മൾ അതിനെ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. അല്ലാതെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ പല കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതൊക്കെ നമ്മളെ ഭക്തിയെ ആണ് നശിപ്പിക്കും എന്ന് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് നമുക്ക് എപ്പോഴും നമുക്ക് എന്ത് ഉയർന്ന തലത്തിലുള്ള ഭക്തി പറ്റി അറിയണമെന്നുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് വേണം, യോഗ്യത വേണം. അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ ശീലപ്രഭുപാദ് പറയുന്നതാണ്, ഒരു വ്യക്തി ഭഗവാൻ ഭഗവാന്റെ തിരുനാമങ്ങൾ ശ്രദ്ധയോടെ അപരാധമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ പരിശുദ്ധ ഭക്തി നേടുവാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നാമങ്ങൾ നമ്മൾ ആശ്രയിക്കുക. അല്ലാതെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഇന്ദ്രിയങ്ങൾ വെച്ചുകൊണ്ട് ഗോപികമാരുടെ ലീലകൾ ചിലപ്പം ഭൗതിക കണ്ണുകളോടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തെറ്റായ രീതിയിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, അങ്ങനത്തെ ലീലകളൊക്കെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് അതിനുള്ള യോഗ്യത ഇല്ല. നമുക്ക് പറയാൻ മുമ്പ് പറഞ്ഞൊരു പാസ്റ്റ് ടൈം തന്നെയാണ്. ശീലപ്രഭുപാദിന്റെ ഒരു ശിഷ്യൻ ചെന്നൈയിൽ പോയ സമയത്ത് ഒരു ശിഷ്യൻ അദ്ദേഹത്തിന് നമുക്കറിയാം, പ്രഭുപാദ് ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം പല സ്ഥലങ്ങളിലും അദ്ദേഹം സഞ്ചരിച്ചു. അപ്പം സൗത്ത് ഇന്ത്യയിൽ ആദ്യം ചെന്നൈയിലാണ് അദ്ദേഹം വന്നത്. അപ്പൊ അങ്ങനെ പല സ്ഥലത്ത് പോകുമ്പോൾ അന്ന് ഇസ്കോൺ ക്ഷേത്രങ്ങളൊന്നും ഇല്ല. 1971 സമയത്തൊക്കെ അദ്ദേഹം അമേരിക്കയിലും
ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ അദ്ദേഹം, എസ്പെഷ്യലി അമേരിക്കയിലും യൂറോപ്പിലൊക്കെ അമ്പലം പണിത് ഇന്ത്യയിൽ വന്ന ശേഷം, ഇന്ത്യയിൽ മെയിനായിട്ട് അദ്ദേഹത്തിന് 3 സ്ഥലങ്ങളിലാണ് അമ്പലം കെട്ടാൻ ആഗ്രഹിച്ചത്. മെയിനായിട്ട് നമുക്കറിയാം, വൃന്ദാവനത്തിലും മായാപൂരിലും ബോംബെയിലുമാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ അദ്ദേഹം പ്രചാരണം ചെയ്യുന്ന സമയത്ത് ഹൈദരാബാദും ചെന്നൈയിലൊക്കെ അദ്ദേഹം വന്നു. അപ്പൊ അങ്ങനെ അന്നത്തെ മദ്രാസിലൊക്കെ അദ്ദേഹം വന്നു. അപ്പൊ അദ്ദേഹം താമസിക്കാൻ ഒരു ഗസ്റ്റ് അദ്ദേഹത്തിന് വീട് കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അവർ വീട്ടിലും രാധാകൃഷ്ണന്മാരുടെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്, വലിയ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പം പ്രഭുപാദും വളരെ സന്തോഷവാനായി. ആ ഒരു വീട്ടില് ഒരു ഗസ്റ്റ് നമ്മളെ വിളിച്ചല്ലോ, താമസിക്കാനുള്ള അവസരം തന്നു. ആ ഒരു സമയത്തും അപ്പം അപ്പം ആ ഒരു ഹസ്ബൻഡ് വൈഫ് അവർ വന്നിട്ട് പ്രഭുപാദത്ത് പറഞ്ഞു, പ്രഭുപാദ്, ആ, അങ്ങ് ഞങ്ങൾക്ക് രാധാകൃഷ്ണന്മാരുടെ ലീലകളെ പറ്റി, ഗോപി ലീലകളെ പറ്റിയൊക്കെ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു ഇനീഷ്യലി. അപ്പൊ ചോദിച്ച സമയത്ത് പ്രഭുപാദ് പറഞ്ഞു, ഇല്ല, ആ, അത് അതെനിക്ക് ഇല്ല, അതെനിക്ക് അത്ര അറിയില്ല എന്ന രീതിയിലൊക്കെ ആദ്യം പ്രഭുപാദ് പറഞ്ഞു. അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയാൻ ഇതില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവോയ്ഡ് ചെയ്തു ആക്ച്വലി. പിന്നെ അവര് രണ്ടാമതും ചോദിച്ചു. അപ്പം ഇത് രാധാകൃഷ്ണന്മാരെ പറ്റി ലീലകൾ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച സമയത്തും പ്രഭുപാദ് പറഞ്ഞു, ഇല്ല, അത് ആ, എന്താ പറയാ, ആ ഒരു ലീല പറയാനോ അല്ലെങ്കിൽ കേൾക്കാനോ നമുക്ക് യോഗ്യത വേണം എന്നുള്ള കാര്യം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അവോയ്ഡ് ചെയ്തു. പിന്നെ മൂന്നാമത് വീണ്ടും അവര് രാത്രി സമയത്ത് വന്ന് പ്രഭുപാദ് പറഞ്ഞു, നിങ്ങൾക്ക് മാത്രമായിട്ടും രാധാകൃഷ്ണന്മാരുടെ ലീലകൾ പറഞ്ഞു തരുമോ എന്ന കാര്യം ചോദിച്ച സമയത്ത് ശീല പ്രഭുപാദ് വളരെ വ്യക്തമായിട്ടും പറഞ്ഞു. ആ സമയത്ത് പറഞ്ഞു, അത് നമുക്ക് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയും ഉന്നതനായ ഒരു ആചാര്യനാണ് ശീല പ്രഭുപാദ്, പരിശുദ്ധ ഭക്തൻ കൂടിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചിലപ്പോ ഈ ലീലകൾ കേൾക്കാനുള്ള യോഗ്യത നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാം, പക്ഷെ പറയാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശീല പ്രഭുപാദ് ഉടനെ തന്നെ അവിടുന്ന് മാറി. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അപ്പൊ ഈ ഒരു ലീലകൾ, രാധാകൃഷ്ണന്മാരുടെ ലീലകളും ഇതൊക്കെ നമുക്ക് അത്ര ഉയർന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഇത് മനസ്സിലാക്കാനോ സംസാരിക്കാനുള്ള യോഗ്യതകളൊന്നും ഇല്ല. പക്ഷെ എന്നാലും നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ശീല പ്രഭുപാദിലൂടെ അദ്ദേഹത്തിന്റെ ഭാവാർത്ഥത്തിലൂടെയാണ് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ നമുക്ക് പ്രഭുപാദിന്റെ ഭാവാർത്ഥത്തിലൂടെ വേണോ അതിനെ മനസ്സിലാക്കാൻ, അല്ലാതെ നമ്മുടെ ഊഹാപോഹങ്ങളോ അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ കേട്ട് അതിനെ ഈ ഗുരുശിഷ്യ പരമ്പര അല്ലാതെ ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ ഭക്തിയെ നശിപ്പിക്കും എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഈ ഏറ്റവും സേഫ് ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും ചിന്തിക്കും, ഞാൻ ഒരു ഭഗവാന്റെ ദാസരസത്തിലാണ് നമ്മൾ എല്ലാവരും സേവനം അനുഷ്ഠിക്കുന്നത്, അല്ലെ? നമ്മൾ ദാസന്മാരാണെന്നുള്ള മൂടോടെ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്, ഞാൻ സഖ്യരസത്തിലാണോ അല്ലെങ്കിൽ മാധുരസത്തിലാണോ വാത്സ്യരസത്തിലാണോ എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ ആ രീതിയിൽ നമ്മൾ ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് വളരെ ഒരു എന്താ പറയാ, ഒരു നമ്മുടെ ഭക്തിയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ ഒരു ഇത് വരുന്നത്. ഇപ്പൊ റീസെന്റ് ഞാനൊരു ആർട്ടിക്കിളും വായിച്ചു, ഇതിന് റിലേറ്റഡ് ആയിട്ട് ഞാനത് പറയാന്ന് വിചാരിച്ചു. അപ്പൊ അതിലും ഇതുപോലെ തന്നെ ആ, ഒരു ശിഷ്യൻ അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ മാസ്റ്ററോട് ചോദിച്ചിരിക്കുകയാണ്. അതായത് അദ്ദേഹത്തിന് ഇതിന് ഇതുപോലെ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ ഞാൻ ഇത് പറയാന്ന് വിചാരിച്ചു. അപ്പൊ അതിലും ഇതുപോലെ തന്നെ അദ്ദേഹം ആ, ദീക്ഷ എടുത്തൊരു ഭക്തനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അജിത് ചോദിച്ചു. അതിങ്ങനെ പറയാൻ തുടങ്ങി, എനിക്ക് പലപ്പോഴും ഭഗവാൻ കൃഷ്ണന്റെ എന്റെ അടുത്ത് സംസാരിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നൽ വരാറുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ തന്നെ ഒരു ഞാനൊരു ഡിവോട്ടി, ഒരു ഭക്തനെ ഞാൻ നേരിട്ട് കണ്ടു. അപ്പൊ ഒരു ഭക്തനെ കണ്ട സമയത്ത് അവിടെ അദ്ദേഹം ഈ ബ്ലാക്ക് മാജിക്, ഇല്ല, താന്ത്രിക വിദ്യകളൊക്കെ ചെയ്യുന്ന അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു. അതായത് അപ്പൊ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, അതായത് കൃഷ്ണൻ തന്നെയാണ് എന്റെ അടുത്ത് സംസാരിക്കുന്നത്, നീ ഭയപ്പെടേണ്ട, ഇത് പ്രേതമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ചിന്തിച്ചു ഈ ഒരു ഭക്തൻ ചിന്തിച്ചായിരുന്നു വെച്ചാൽ, അപ്പം എന്നാ പിന്നെ ഞാൻ ചിലപ്പം ഭഗവാൻ കൃഷ്ണനായിട്ടുള്ള വല്ല മാധുര്യത്തിലായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം ചിന്തിച്ച്, എനിക്ക് അപ്പം കൃഷ്ണൻ എൻ്റെ അടുത്ത് ഈ രീതിയിലാണ് എൻ്റെ അടുത്ത് പലപ്പോഴും ഇടപഴകുന്നുള്ള തോന്നലൊക്കെ അദ്ദേഹത്തിന് വന്നു. അപ്പൊ ആ രീതിയിൽ അദ്ദേഹം അങ്ങനെ ഭഗവാനെ ഒരു എന്താ പറയാ, ഒരു ഡിവോട്ടി, എന്താ പറയാ, ഭഗവാനെ ഭർത്താവായിട്ട് കരുതുകയും, അപ്പം അതുപോലെ തന്നെ ഭർത്താവാണെന്നും എന്റെ എല്ലാം എല്ലാം അദ്ദേഹമാണെന്നുള്ള രീതിയിലും അപ്പൊ എനിക്കിനി വേറെ ആരും കല്യാണം കഴിക്കാൻ സാധിക്കില്ല, ഭഗവാന് മാത്രമേ എന്റെ മനസ്സിൽ ചിന്തയുള്ളൂ, അതുകൊണ്ട് വേറെ ആരും കല്യാണം കഴിക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ അപ്പൊ അങ്ങനെ ഒരുപാട് അദ്ദേഹം മനസ്സിൽ എന്തൊക്കെയോ സാങ്കല്പികമായിട്ട് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, അതായത് ഞാൻ ആഗ്രഹിക്കുന്ന വെച്ചാൽ എനിക്ക് ഈ ഒരു ഈ ഒരു ജന്മത്തിൽ എനിക്ക് ഭഗവാനെ കല്യാണം കഴിക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഈ അറ്റ്ലീസ്റ്റ് മരണപ്പെടുമെങ്കിലും ഈ ശരീരം ത്യാഗം ചെയ്യുന്ന സമയത്ത് ഭഗവാനെ ഏഹ് ആലോചിച്ചുകൊണ്ട് എനിക്ക് തിരിച്ചു ആത്മീയലോകത്തിൽ പോകാൻ സാധിക്കണം എത്രയും പെട്ടെന്ന് ഉള്ള രീതിയിലൊക്കെ പറഞ്ഞു. എല്ലാം അദ്ദേഹത്തിന് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും എന്താ പറയാ, നമുക്ക്
അപ്പൊ നമുക്ക് പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നൽ വരുമ്പോഴും ഇതൊക്കെ വരുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ട് എനിക്ക് ഇപ്പൊ തന്നെ ഭഗവാൻ കൃഷ്ണനെ എന്താ ഗോലോകനാമത്തിലോട്ട് പോകണം, എനിക്ക് ക്ഷമയില്ല ഉള്ള രീതിയിലൊക്കെ ഞാൻ എന്തൊക്കെ വേണമെങ്കിൽ ഞാൻ അത്രയും പരിശുദ്ധീകരിക്കാൻ ഞാൻ എന്തൊക്കെ കാര്യങ്ങളും ചെയ്യാം, എനിക്ക് എത്രയും പെട്ടെന്ന് അതിന്റെ കൂടെ ഇരിക്കണം, അതാണ് എന്റെ ആ, ആഗ്രഹം എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞ് രീതിയിൽ അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരുവിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ആത്മീയ ഗുരു ഏത് തലത്തിലാണ് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ ആ രീതിയിലാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞ് അദ്ദേഹം എന്റെ അടുത്ത് കാര്യം തരണമെന്ന് പറഞ്ഞ് അദ്ദേഹം ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് തിരിച്ച് അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ഗുരു അദ്ദേഹത്തിന് പറഞ്ഞു, ക്ലിയർ ആയിട്ടും പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ഡിവോട്ടി നിങ്ങൾ പറഞ്ഞല്ലോ ഒരു ബ്ലാക്ക് മാജിക് ഒക്കെ അറിയുന്ന അല്ലെ, അപ്പം താന്ത്രിക വിദ്യയൊക്കെ അറിയുന്ന, അപ്പൊ അദ്ദേഹം നിങ്ങളെ തെറ്റായ രീതിയിലാണ് നിങ്ങളെ ഗൈഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങളെ മനസ്സിൽ തോന്നുന്ന ജസ്റ്റ് ഒരു ഇമാജിനേഷൻ മാത്രമാണ്, തോന്നലാണ്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പം ഒരിക്കലും നമ്മൾ അങ്ങനെ എന്തെങ്കിലും തെറ്റായ രീതിയിൽ പ്രഭുപാദന ഗ്രന്ഥം അല്ലാതെ വേറെ രീതിയിൽ ഫിലോസഫി പറഞ്ഞ ആൾക്കാരോ ആ രീതിയിലൊക്കെ അപ്പൊ അങ്ങനത്തെ വ്യക്തികളായിട്ട് ഒരിക്കലും നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഗൈഡൻസ് നമ്മൾ എടുക്കരുത് എന്ന കാര്യം. അപ്പം കാരണം അവർക്ക് അത് അറിയില്ല ഏത് രീതിയിലാണ് ഒരു 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 ഭക്തനെ നമ്മൾ അല്ലെങ്കിൽ ഒരു ഭക്തനെ എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ അവർ ഗൈഡൻസ് കൊടുക്കണം എന്ന് അവർക്ക് അറിയില്ല എന്ന കാര്യം പറഞ്ഞു. അപ്പം ഇതൊക്കെ തോന്നലാണ്. നീ തന്നെ ചുമ്മാ നിന്റെ മനസ്സിൽ നീ നീ തോന്നുന്നത് കൊണ്ട് നീ പറയാണ് നിനക്ക് ഇങ്ങനെ ഭഗവാന്റെ അടുത്തുള്ള കുറച്ച് റിലേഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങളും ഭഗവാൻ കൃഷ്ണനായിട്ടുള്ള ഇതുണ്ട് എന്നൊക്കെ നിനക്ക് തോന്നലാണ്. അപ്പൊ അങ്ങനെ നീ ചിന്തിക്കുന്തോറും നീ വീണ്ടും വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ കുടുങ്ങിക്കൊണ്ടേയിരിക്കും എന്നാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. അപ്പൊ ആകെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഭഗവാന്റെ സേവകനാണ് എന്ന കാര്യമാണ്. അത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? അപ്പൊ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ആ സെക്ഷനിലൊക്കെ പറഞ്ഞു. അതായത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഭഗവത്ഗീതയിലെ ശിക്ഷണങ്ങളെ നീ വളരെ വ്യക്തമായിട്ടും അതിനെ ഫോളോ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഭഗവാനത്തിലെ പരിശുദ്ധ ഭക്തിയെ വളർത്തിയെടുക്കാൻ ശ്രമിക്കാനുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ അങ്ങനെ വളർത്തിയെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും നമ്മൾ എന്താണ് നമ്മൾ ഭഗവാനായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ബന്ധം എന്താണ്, ഗോപനാണോ ഗോപിയാണോ, ഇതാണോ കല്യാണോ ഇതാണോ എന്ന കാര്യം നമുക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇപ്പോഴേ പറയാൻ സാധിക്കും. നമ്മൾ ചിലപ്പോ ഇപ്പം ഒരു എന്താ പറയാ, നമ്മളൊരു കല്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗോപനായിരിക്കാം, അല്ലെങ്കിൽ ഒരു പശു ആയിരിക്കാം. അപ്പം അപ്പൊ ഇതൊക്കെ നമുക്ക് ഇപ്പൊ ചിന്തിച്ചെടുക്കാൻ സാധിക്കില്ല. അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും പരിശുദ്ധ ഭക്തനാവാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്ന കാര്യം നമ്മൾ നിർത്തുക എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതൊരിക്കലും നമുക്ക് വളരെ ഒരു വില കുറഞ്ഞ കാര്യമല്ല ഭഗവാന്റെ ഒരു പരിശുദ്ധ ഭക്തനായിട്ട് നമ്മൾ ഗോപന ഗോപി ആവുന്നത് കാര്യം. അപ്പൊ അതൊന്നും നമുക്ക് ഒരിക്കലും ഈ ഭൗതിക ലോകത്തിൽ ബന്ധനസ്ഥനായ ഒരു വ്യക്തിക്ക് അതിനെപ്പറ്റി ചിന്തിക്കാനോ അത്ര ഉയർന്ന കാര്യങ്ങളെ പറ്റി ചിന്തിച്ചെടുക്കാനോ ഒക്കെ ഭഗവാൻ കൃഷ്ണന്റെ പത്നിയാവാ എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് നമ്മളെ പോലെ ഭൗതിക ലോകത്തിൽ ബന്ധനസ്ഥനായ ഒരു വ്യക്തിക്ക് ചിന്തിച്ചെടുക്കാനുള്ള അങ്ങനത്തെ ഒരു വില കുറഞ്ഞ കാര്യമല്ല. ഉം. അപ്പം പറഞ്ഞു അപ്പൊ നമ്മൾ ഈ കൃഷ്ണാവബോധത്തിനെ വളരെ ചീപ്പായിട്ട് എടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ തോന്നലൊക്കെ വരുന്നത് ആക്ച്വലി. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കൃഷ്ണാവബോധം വളരെ ചീപ്പായിട്ടുള്ള കാര്യമാണ്. ഏതൊരു വ്യക്തിക്കും ഭഗവാൻ ഒരു എന്താ പറയുക ഗോപനാവും ഗോപിയാവും എന്നുള്ള കാര്യമല്ല പറയുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിക്കും തോറും നമ്മൾ ഈ വീണ്ടും വീണ്ടും ഭൗതിക ലോകത്തിൽ ഇരിക്കാനുള്ള നമ്മൾ വീണ്ടും വീണ്ടും ഇവിടെ തന്നെ ഇരുന്നു പോകാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് ശ്രീല പ്രഭുപാദും ഗുരുവര്യന്മാരും തരുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ, തിരുനാമങ്ങൾ 16 മാല മുടങ്ങാതെ ശ്രദ്ധയോടെ നമ്മൾ നാമങ്ങൾ ജപിക്കുക, നിയമങ്ങൾ പാലിക്കുക. ഇതാണ് എല്ലാവർക്കും തന്ന കോമൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ. അപ്പൊ അതിന് നമ്മൾ ഫോളോ ചെയ്യാനുള്ള കാര്യമാണ്. അപ്പം അല്ലാതെ നമ്മൾ അതിൽ നിന്ന് മാറി നിന്ന് ഞാൻ എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യം അനുസരിച്ച് ഞാൻ തന്നെ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ആ രീതിയിലൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഭഗവാന്റെ അടുത്തുള്ള പരിശുദ്ധ ഭക്തി വളർത്തിയെടുക്കാൻ സാധിക്കില്ല. അപ്പൊ അതൊക്കെ ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്കും നമ്മൾ അകത്തുള്ള ആന്തരികമായിട്ട് നമുക്കുള്ളിലുള്ള ആ ഒരു കാമത്തിന്റെ ഒരു പ്രകടനം മാത്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നി ജസ്റ്റ് ഇത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. കാരണം പലപ്പോഴും നമ്മൾ പല ആൾക്കാരും ഞാൻ ഇന്നലെ വായിച്ച ഒരു ടോപ്പിക് ആയിരുന്നു. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഇത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ മനസ്സിലാക്കാം നമ്മുടെ എപ്പോഴും ശീല പ്രഭുപാദ് പറഞ്ഞ പോലെ തന്നെ നമ്മളെപ്പോഴും ഗോപീജന വല്ലഭ അല്ലെ, നമ്മൾ അവരുടെ കാലടിപ്പാതകൾ നമ്മൾ പിന്തുടരുക, ഒരിക്കലും അവരെ ഇമിറ്റേറ്റ് ഫോളോ ചെയ്യരുത് എന്ന കാര്യമാണ് ശീല പ്രഭുപാദ് പറഞ്ഞത്. കാരണം ഗോപികമാരുടെ ഭക്തി എന്ന് പറഞ്ഞാൽ എത്ര ഉയർന്നതാണ്. നമുക്ക് ആ ഒരു ലെവലിലോട്ട് നമുക്ക് ഒരിക്കലും വരാൻ നമുക്ക് സാധ്യമല്ല. കാരണം അത്രയും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഭക്തി നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, നമുക്ക് നമ്മളെ ആചാര്യന്മാരുടെ കാഴ്ചപ്പാടുകൾ പിന്തുടരാനുള്ള കാര്യമാണ്. അപ്പൊ അവരുടെ പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്യും. ഒരിക്കലും അവരുടെ ബൈപ്പാസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഭക്തിയിൽ വരാൻ സാധിക്കും. കാരണം ആചാര്യന്മാർക്ക് അറിയാം എങ്ങനെ ഭക്തനെ ഒരു ഭക്തനെ ഏത് രീതിയിലാണ് കൾട്ടിവേറ്റ് ചെയ്യേണ്ടതെന്ന കാര്യം ഒരു ആചാര്യന് അറിയാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെ
നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് എപ്പോഴും സേഫ്. അല്ലാതെ നമ്മൾ അതിനെ മാറ്റി നിർത്തി നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഭക്തിയെ നമ്മുടെ മനസ്സാൽ അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ സ്പെക്കുലേഷനോടൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് വിനാശമേ സംഭവിക്കും. നമ്മൾ കൂടുതൽ കൂടുതൽ വീണ്ടും ഭൗതിക ലോകത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും ഇതിലോട്ട് വീഴാൻ സാധ്യത. അടുത്ത ശ്ലോകത്തിലോട്ട് പോവാം. ശ്ലോകം 182. ഏയ് ദേഹേ കൈലൂൻ ആമി കൃഷ്ണ സമർപ്പണ താൻ താൻഡന താൻഡ ഇഹ സംഭോഗ സാധന. ഏയ് ഇത് ദേഹ ശരീരം കൈലൂൺ ചെയ്തു ആമി ഞാൻ കൃഷ്ണ ഭഗവാന് സമർപ്പിക്കുക. താൻഡ അദ്ദേഹത്തിന്റെ ധനം താൻമ അദ്ദേഹത്തിന്റെ ഇഹ ഇത് സംഭോഗ സാധന ആസ്വാദനം സാധ്യമാക്കുന്ന. വിവർത്തനം: ഗോപികമാർ ചിന്തിക്കുന്നു, ഞാൻ ഈ ശരീരം ശ്രീകൃഷ്ണൻ സമർപ്പിച്ചിരിക്കുന്നു. അവിടുന്നാണ് ഇതിന്റെ ഉടമ. ഇത് അവിടുന്ന് ആസ്വദിക്കാനുള്ളതാണ്. ശ്ലോകം 183. ഏയ് ദേഹേ ദർശന സ്പർശേ കൃഷ്ണ സന്തോഷന ഏയ് ലാഗി കരേ ദേഹേര മാർജന ഭൂഷണ. ശബ്ദാർത്ഥം: ഏയ് ദേഹേ ഈ ശരീരത്തിന്റെ ദർശനം സ്പർശനം കൃഷ്ണന്റെ സന്തോഷം ഏയ് ലാഗി ഇതിനു വേണ്ടി കരേ ചെയ്തു ദേഹേര ശരീരത്തിന്റെ മാർജന ശുദ്ധീകരണം ഭൂഷണ അലങ്കരണം. വിവർത്തനം: കൃഷ്ണൻ ഈ ശരീരം സ്പർശിക്കുന്നതിലും സന്തോഷം കണ്ടെത്തുന്നു. ഇക്കാരണത്താലാണ് അവർ തങ്ങളുടെ ശരീരങ്ങൾ ശുദ്ധമാക്കുകയും അലങ്കരിക്കുകയും ചെയ്യുന്നത്. ശ്ലോകം 184. നിജാംഗവിയ ഗോപ്യോ മമേതി സമുപാസത്തെ താഭ്യ പരം മേ പാർത്ഥ നിഗൂഢ പ്രേമവാചനം. നിജ അംഗം സ്വന്തം ശരീരം, അഭി എങ്കിലും, യ ആര്, ഗോപികമാർ, മമ എന്റെ, ഇതി ഇപ്രകാരം ചിന്തിച്ച്, സമുപാസതെ അലങ്കരിക്കുന്നതിൽ, താഭ്യ അവരെക്കാൾ, പരം വലിയ, ന ഇല്ല, മേ എനിക്ക്, ഭാർത്ത അല്ലയോ അർജുന, നിഗൂഢ പ്രേമ അഗാധമായ പ്രേമത്തിന്റെ വാചനങ്ങൾ. വിവർത്തനം: അല്ലയോ അർജുന, എനിക്ക് ഗോപികമാരെക്കാൾ വലിയ പ്രേമവാചനങ്ങൾ ഇല്ല. അവർ തങ്ങളുടെ ശരീരങ്ങൾ ശുദ്ധി ആക്കുകയും അലങ്കരിക്കുകയും ചെയ്യുന്നത് അവ എന്റേതെന്ന് കരുതിയാണ്. ഭാവാർത്ഥം: ഈ ശ്ലോകം ആദിപുരാണത്തിൽ കൃഷ്ണ ഭഗവാനാൽ പറയപ്പെട്ടതാണ്. ശ്ലോകം 185. ആര ഏക അദ്ഭുത ഗോപി ഭാവേര സ്വഭാവ ബുദ്ധിര ഗോചര നഹി യഹാര പ്രഭാവ. ആര വേറെ, ഏക ഒന്ന്, അദ്ഭുതകരം, ഗോപിഭാവേര ഗോപികമാരുടെ മനോവികാരങ്ങളുടെ സ്വഭാവം, ബുദ്ധിയുടെ, ഗോചര കാഴ്ചക്കുള്ള വസ്തു, നഹി അല്ല, യഹാര ഏതിന്റെ പ്രഭാവ ശക്തി. വിവർത്തനം: ഗോപികമാരുടെ മനോവികാരങ്ങൾക്ക് അദ്ഭുതകരമായ വേറൊരു സവിശേഷതയുണ്ട്. അതിന്റെ പ്രഭാവം ബുദ്ധിയുടെ ഗ്രഹണശക്തിക്ക് അതീതമാണ്. ശ്ലോകം 186. ഗോപികണകരയേ കൃഷ്ണദർശന സുഖവാഞ്ച നാഹി സുഖ ഹയ കോടി ഗുണ. ശബ്ദാർത്ഥം: ഗോപികമാർ ചെയ്യുന്നു, യവേ എപ്പോൾ, കൃഷ്ണനെ ദർശിക്കുമ്പോൾ, സുഖവാഞ്ച സന്തോഷത്തിനുള്ള ആഗ്രഹം, നാഹി ഇല്ല, സുഖ സന്തോഷം, ഹയ ഉണ്ട്, കോടി ഗുണം. വിവർത്തനം: ഗോപികമാർക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ കാണുമ്പോൾ അളവറ്റ ആഹ്ലാദം ലഭിക്കുന്നു. അത്തരം ആനന്ദത്തിന് അവർ ഇല്ലെങ്കിൽ പോലും അത് സംഭവിക്കുന്നു. ശ്ലോകം 187. ഗോപികാ ദർശനെ കൃഷ്ണേര യേ ആനന്ദഹയ താഹ ഹൈതേ ഗോടി ഗുണ ഗോപി ആസ്വാദയ. ശബ്ദാർത്ഥം: ഗോപികാ ദർശനെ ഗോപികമാരെ കാണുന്നതിൽ, കൃഷ്ണ ഭഗവാന്റെ എന്തെല്ലാം സന്തോഷം, ഹയ ഉണ്ട്, താഹ ഹൈതേ അതിനേക്കാൾ, കോടി ഗുണം, ഗോപികമാർ ആസ്വാദിക്കുക. വിവർത്തനം ഭാവാർത്ഥം: വിവർത്തനം: ഗോപികമാരെ കാണുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന് ലഭിക്കുന്ന ആനന്ദത്തിന്റെ കോടി മടങ്ങ് ആനന്ദം ഗോപികമാർ ആസ്വദിക്കുന്നു. ഭാവാർത്ഥം: ഗോപികമാരുടെ അത്ഭുതകരമായ സവിശേഷതകൾ സങ്കല്പാതീതമാണ്. അവർക്ക് സ്വന്തം സമൃദ്ധിക്ക് വേണ്ടിയുള്ള ആഗ്രഹമില്ല. എങ്കിലും അവരെ കാണുന്നതിലൂടെ കൃഷ്ണൻ സന്തുഷ്ടനാകുമ്പോൾ കൃഷ്ണന്റെ ആ സന്തോഷം കൃഷ്ണനേക്കാൾ കോടി മടങ്ങ് സന്തോഷവതികളാക്കുന്നു. അപ്പൊ ഇവിടെ കാണാൻ സാധിക്കും, നമ്മളുടെ കുറച്ച് ശ്ലോകങ്ങൾ വായിച്ചു, ചിലതിനൊന്നും ഭാവാർത്ഥം ഉണ്ടായിരുന്നില്ല. അപ്പം കൃഷ്ണന് സന്തോഷം കൊടുക്കുക എന്ന ഒരേ ഒരു ആഗ്രഹത്തോടെയാണ്
ഗോപികമാർ അവരുടെ സേവനങ്ങൾ ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് അപ്പം ചിലപ്പം ചില വ്യക്തികളൊക്കെ ഗോപികമാരുടെ ഭഗവാൻ കൃഷ്ണത്തെ ലീലകളെ ഭൗതിക കണ്ണുകളോടെ ആൾക്കാർ കാണാറുണ്ട് അല്ലെ. ചില ആൾക്കാർ അവർക്ക് അസൂയ കാരണം അവര് പറയും കൃഷ്ണൻ അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തില്ല. പക്ഷെ അവര് മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? അവര് ഗോപികമാർ ആരാണെന്നും അവരുടെ ലെവൽ എന്താണെന്നും മനസ്സിലാക്കാത്ത ഈ സാധാരണ വ്യക്തികൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് അവരെ കമന്റ് ചെയ്യാനുള്ളത് അല്ലെ. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭഗവാൻ കൃഷ്ണൻ തന്നെ ആ ഗോപികമാരടുത്ത് നമ്മൾ നേരത്തെ വായിച്ച ശ്ലോകത്തിൽ പോലെ തന്നെ കടപ്പെട്ടവരാണ്. അപ്പൊ അങ്ങനത്തെ വ്യക്തികളെ പറ്റി ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ പറ്റി കമന്റ് ചെയ്യാനോ യാതൊരു യോഗ്യതയുമില്ല. അപ്പം ആൾക്കാർക്ക് എന്തെങ്കിലും നമ്മൾ കുറ്റങ്ങൾ കണ്ടെത്തണം ആൾക്കാരിൽ, അല്ലെങ്കിൽ അവർക്ക് അസൂയ കാരണമാണ് അവർ ഗോപികമാരടുത്തും അങ്ങനെ ഒരു ആ കണ്ണോട് അവർ കാണുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആഹ് ആദിപുരാണത്തിൽ ഭഗവാൻ കൃഷ്ണൻ തന്നെ പറയുന്നത് അല്ലെ, അല്ലയോ അർജുന, എനിക്ക് ഗോപികമാരെക്കാൾ വലിയ പ്രേമഭാചനങ്ങളില്ല. അവർ തങ്ങളുടെ ശരീരങ്ങൾ ശുദ്ധിയാക്കുകയും അലങ്കരിക്കുകയും ചെയ്യുന്നത് അവ എന്ന് കരുതിയാണ് അല്ലെ. അപ്പൊ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്തിനാണ്? ഭഗവാൻ കൃഷ്ണന് സന്തോഷം കൊടുക്കാനുള്ള ആ ഒരു ചിന്തയോടെ മാത്രമാണ്. അല്ലാതെ അവർക്ക് പേഴ്സണലായിട്ട് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും നേട്ടം നേടണം, അല്ലെങ്കിൽ അവർക്ക് സന്തോഷം വേണമെന്നുകൂടി അവർ ആഗ്രഹിക്കുന്നില്ല. ശരിക്കും നോക്കുകയാണെങ്കിൽ കൃഷ്ണന് സന്തോഷം കൊടുക്കാനുള്ള കാര്യമാണ്. പക്ഷെ അതിൽ നിന്നുള്ള അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്താണ് ഇവിടെ പറയുന്നു? അപ്പം കൃഷ്ണന് സന്തോഷം കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഗോപികമാർക്ക് അതിനെക്കാട്ടും കൂടുതൽ സന്തോഷം കിട്ടുന്നു. അതാണ് അല്ലെ. നമ്മൾ ഭഗവാൻ കൃഷ്ണനെ സേവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പൊ സന്തോഷം കിട്ടും. നമ്മൾ എന്തിനാണ് ഹരേ കൃഷ്ണ എന്ന് ജപിക്കുന്നത്? നമ്മൾ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദ് പറയുന്നത് ചാൻ ഹരേ കൃഷ്ണ ആൻഡ് ബി ഹാപ്പി അല്ലെ. നമ്മൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അൾട്ടിമേറ്റ്ലി സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയാണ് നമ്മൾ സന്തോഷം കൊടുക്കുന്നത്? നമ്മൾ ഭൗതിക തലത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എനിക്ക് സന്തോഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളെ ഞാൻ കണ്ടുകൊണ്ട് കാണും. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഭക്ഷണം എടുത്ത് കഴിക്കും. അല്ലെങ്കിൽ എനിക്ക് സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. അതാണ് ഭൗതിക ലോകത്തിൽ നമുക്ക് കാണുന്ന സന്തോഷം എന്ന് പറയുന്നത്. പക്ഷെ ആധ്യാത്മിക ലോകത്തിലുള്ള സന്തോഷം, ആധ്യാത്മികമായിട്ടുള്ള സന്തോഷം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എല്ലാത്തിനും സന്തോഷത്തിന് ഉടമയായ ഭഗവാൻ കൃഷ്ണന് സന്തോഷം കൊടുത്തുകൊണ്ട് ഭക്തന്മാർക്കും അതിൽ നിന്ന് സന്തോഷം കിട്ടും. അപ്പൊ ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡറി എൻജോയർ ആണ്, രണ്ടാമതുള്ള എൻജോയർ ആണ് നമ്മൾ. പ്രൈമറി എൻജോയർ എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനാണ്. അപ്പൊ ഭഗവാൻ കൃഷ്ണന് നമ്മൾ സന്തോഷം കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? കൃഷ്ണൻ സന്തോഷം കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സേവനം ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും അതിൽ നിന്ന് സന്തോഷം കിട്ടും. ആ സന്തോഷം എന്ന് പറയുന്നത് എന്താണ്? കൃഷ്ണനിൽ കിട്ടുന്ന സന്തോഷത്തിനെക്കാട്ടും കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ വരുന്ന ശ്ലോകത്തിൽ കാണാൻ സാധിക്കും ഭഗവാൻ കൃഷ്ണൻ തന്നെ ആ ഒരു രസം അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചൈതന്യ മഹാപ്രഭുട്ട് ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഗോപികമാരെല്ലാം ത്യാഗം ചെയ്തുകൊണ്ട് എല്ലാത്തിനെയും ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ത്യാഗം ചെയ്ത് ആരെന്ത് പറയുന്നു കൂടി ചിന്തിക്കാതെ അതിനെപ്പറ്റിയും ഒന്നും ചിന്തിക്കാതെ രാത്രിയോട് രാത്രി അവർ വന്ന് എന്നെ സേവനം ചെയ്യാൻ, എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർ വരികയാണ് എന്നാണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ അവർ അതിൽ അപ്പൊ അങ്ങനെ സേവനം ചെയ്യുന്നതുകൊണ്ട് എന്ത് സന്തോഷമാണ് ഈ ഗോപിമാർക്ക് കിട്ടുന്നത് എന്നാണ് കൃഷ്ണൻ ചിന്തിക്കുന്നത്. കാരണം കൃഷ്ണന് സന്തോഷം കിട്ടുന്നുണ്ട്, പക്ഷെ അതിനെക്കാളും കൂടുതൽ സന്തോഷം ഗോപികമാർ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം കൃഷ്ണന് മനസ്സിലാവുന്നുണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ അവര് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് അവർ വന്ന് ഭഗവാൻ കൃഷ്ണനെ സേവനം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സേവനം ചെയ്യുന്ന ഗോപികമാർക്ക് അനുഭവിക്കുന്ന സന്തോഷം, രുചിക്കുന്ന സന്തോഷം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അതും ഒരു രഹസ്യമായിട്ടുള്ള കാരണമാണ് ഭഗവാൻ കൃഷ്ണൻ അവിടെ ചൈതന്യ മഹാപ്രഭുവിടെ അവതരിക്കുന്നത്. ആ സന്തോഷത്തിനെ മനസ്സിലാക്കാനാണ്. കാരണം അവിടെ എന്താണ് ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ കൃഷ്ണന് സന്തോഷം കിട്ടും, ഗോപികമാർക്കുള്ള സന്തോഷം കൂടും. പിന്നെ അവർ വീണ്ടും സേവനം ചെയ്യുമ്പോൾ കൃഷ്ണൻ കൂടുതൽ സന്തോഷം കിട്ടും, പിന്നെ ഗോപികമാർക്ക് അതിനെക്കാൾ കൂടുതൽ സന്തോഷം കിട്ടും. അപ്പൊ അങ്ങനെ അവിടെ ഒരു അതീന്ദ്രിയമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ, മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കൃഷ്ണന് കൃഷ്ണന് കിട്ടുന്ന സന്തോഷത്തിനെക്കാട്ടും കോടി മടങ്ങ് സന്തോഷമാണ് ആക്ച്വലി ഗോപികമാർക്ക് കിട്ടുന്നത് എന്ന കാര്യം മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതാണ് എനിക്ക് സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ദ്രിയങ്ങൾക്ക് സന്തോഷം കൊടുക്കുക. അപ്പൊ അങ്ങനെ സന്തോഷം കൊടുക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം കിട്ടുന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ നമുക്കറിയാം നമ്മുടെ ഈ ഒരു ഇത്രയും കാലങ്ങൾ നമ്മൾ ജീവിച്ച സമയത്ത് നമ്മൾ എത്രത്തോളം നമ്മൾ ഭഗവാനെ മറന്ന് ഭഗവാൻ കൃഷ്ണനെ മറന്ന് നമ്മൾ ഇന്ദ്രിയങ്ങൾക്ക് സന്തോഷം കൊടുക്കാൻ ശ്രമിച്ചാലും നമുക്ക് ഒരിക്കലും പൂർണ്ണ സന്തോഷം കിട്ടുന്നില്ല. നമുക്ക് അറിയാം എത്ര വ്യക്തികൾ, പണമുള്ള വ്യക്തികൾ എടുത്താലും ശരി, അല്ലെങ്കിൽ എന്തൊരു കാര്യം എടുത്ത വ്യക്തികൾ ആയാലും ശരി, പൂർണ്ണമായിട്ട് സന്തോഷം നേടിയ വ്യക്തികൾ ആരുമേ ഇല്ല. കാരണം ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ കൊണ്ട് നമുക്ക് ഒരിക്കലും ആത്മീയപരമായിട്ടുള്ള നമ്മൾക്ക് സന്തോഷം പൂർണ്ണമായിട്ടും കിട്ടില്ല. അത് വളരെ വ്യക്തമാണ്. അപ്പൊ നമ്മൾ എത്രത്തോളം നമ്മളൊരു ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മളൊരു ലിമിറ്റഡ് ആയിട്ടുള്ള എൻജോയർ ആണ്. നമുക്ക് ഭഗവാനെ പോലെ ചപ്പൻ പോയി കഴിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾ കുറച്ച് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അപ്പൊ തന്നെ നമ്മൾ ഫിൽഡ് ആവും. അപ്പൊ നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ടുള്ള സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഭഗവാന് സന്തോഷം കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാ ജീവാത്മാക്കൾക്കും സന്തോഷം കിട്ടും എന്ന ഒരു കാര്യമാണ് പറയുന്നത് അല്ലെ. നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലും പറയുന്ന പോലെ യഥാ തരോർ മൂലം നിശ്ചയിച്ചനേന തൃപ്യഗ്നി തസ്കഞ്ച ബുധോപശാഖ പ്രാണാപഹാർത്തോദയേന്ദ്രിയാണം
സർവാർണം യത് അച്യുതേച്ഛ അല്ലെ യഥാ തരോർമൂലം നിശ്ചയിച്ചനേന. അപ്പൊ എങ്ങനെയാണോ ഒരു വൃക്ഷത്തിന്റെ വേരിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ വേരിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? എല്ലാ അതിന്റെ ശാഖകൾക്കും ഇലകൾക്കും പൂക്കൾക്കും പുഷ്പങ്ങൾക്കും അല്ലെ അതിന്റെ ഫലങ്ങൾക്കൊക്കെ തുഷ്ടി കിട്ടുന്നത് പോലെ എങ്ങനെയാണോ ഭക്ഷണം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആമാശയത്തിൽ ഇടുന്ന സമയത്ത് നമ്മള് ആമാശയത്തിൽ എത്തുന്ന സമയത്ത് അവിടുന്ന് എല്ലാ ഇന്ദ്രിയങ്ങൾക്കും എല്ലാത്തിനും ശക്തി കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ അങ്ങനെ ഭഗവാൻ കൃഷ്ണനെ നമ്മൾ ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാൻ കൃഷ്ണനെ അച്യുതേച്യ ഒരിക്കലും വീഴാത്തൊരു വ്യക്തി അല്ലെ, വീഴ്ചയില്ലാത്ത വ്യക്തിയാണ് അച്യുത ഇല്ലാത്ത വ്യക്തി. ആ ഭഗവാൻ കൃഷ്ണനെ നമ്മൾ സന്തോഷിക്കുന്ന സമയത്ത് എല്ലാ ജീവജാലങ്ങളും സന്തോഷം കിട്ടുന്നതാണ് ശ്രീമദ് ഭാഗവത്തിലെ ഈ ശ്ലോകം പറയുന്നത്. അപ്പം ഇപ്പൊ നമ്മള് ഒരു എക്സാമ്പിൾ ശീല പ്രഭാത് പറയുന്നത് തന്നെയാണ്. നമ്മൾ എൻജോയർ ആണെന്ന് ചിന്തിച്ചുകൊണ്ട് ഇപ്പൊ കൈ ചിന്തിക്കുകയാണ്, ഞാൻ എന്തിനാണ് എപ്പോഴും ഈ ഭക്ഷണം എടുത്ത് വായിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ട് എനിക്കിത് ആസ്വദിച്ചുകൂടാന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഭക്ഷണം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിനാൽ എത്ര നേരം ആ ഭക്ഷണം കയ്യിൽ വെക്കുന്നതുകൊണ്ട് കൈക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവോ? അല്ലെങ്കിൽ ആ ഭക്ഷണം കേടുവരും, കൈക്കും ഗുണം ഉണ്ടാവില്ല. അതേസമയത്ത് ബാക്കിയുള്ള ഇന്ദ്രിയങ്ങൾക്കും തൃപ്തി കിട്ടില്ല. അതേ സമയത്ത് കൈ ചിന്തിക്കുകയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ സഹകരിച്ചുകൊണ്ട് ഞാൻ എന്റെ ആമാശയത്തിന് ആ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് എന്റെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും കണ്ണുകൾക്കും ബാക്കി എല്ലാത്തിനും ശക്തി കിട്ടുന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അപ്പം കൈക്കും ഓട്ടോമാറ്റിക്കലി സന്തോഷമുണ്ട്, കൈക്കും ശക്തി കിട്ടും, കൈക്കും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അല്ലാതെ നമ്മള് ആമാശയത്തിന് മറന്നുകൊണ്ട് ഭക്ഷണം വെച്ചുകൊണ്ടിരിക്കുന്ന പോലെയാണ് ഇന്നത്തെ ഭൗതിക ലോകം എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ്, ഭഗവാനെ മറന്നുകൊണ്ട് നമ്മൾ ആസ്വദിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഇപ്പൊ സന്തോഷം കിട്ടും, എനിക്ക് ഇപ്പൊ സന്തോഷം കിട്ടും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരിക്കലും സന്തോഷം നമുക്ക് കിട്ടില്ല. ഭഗവാനെ മറന്നുകൊണ്ട് ഒരിക്കലും ഒരു ജീവാത്മാവിന് സന്തോഷം കിട്ടില്ല. അപ്പോൾ ഭഗവാന് സന്തോഷം കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യാം. നമ്മൾ ചെയ്യുന്ന ഓരോ സേവനങ്ങൾക്കും എന്ത് ചെയ്ത് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഉള്ള ചിന്തയോടെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് ഓരോ നിമിഷവും നമുക്ക് ആ സന്തോഷം അനുഭവിക്കാനും സാധിക്കും. നമുക്ക് സന്തോഷം റെസിപ്രോക്കേഷൻ ആയിട്ട് കിട്ടും. നമുക്ക് വീണ്ടും സേവനം ചെയ്യാനുള്ള മനോഭാവം ഉണ്ടാവും അല്ലെ, നമ്മൾ ആ സേവനം വീണ്ടും വീണ്ടും സേവനം ചെയ്യാനുള്ള ആഗ്രഹം കൂടിക്കൊണ്ടിരിക്കും. അതാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ നാമജപം ജപിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഞാൻ ഈ നാമം ജപിക്കും, എനിക്ക് സന്തോഷം കിട്ടും. പക്ഷെ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നാമം ജപിക്കാനുള്ള രുചി ഉണ്ടാവും. നമുക്ക് എന്താണ് പറയുന്നത്, ശ്രീല പ്രഭുപാദും ആചാര്യന്മാരും പറയുന്നത് എന്താണ്, നമ്മൾ നാമം ജപിക്കുന്ന സമയത്തും ഇത് ഭഗവാന്റെ സന്തോഷത്തിനാണ്, ഭഗവാന്റെ സേവനത്തിൽ എന്നെ നിരതനാക്കണം എന്നുള്ള മൂടോടെ, ഇത് ഭഗവാനെ സന്തോഷിപ്പിക്കാനാണ് എന്നുള്ള ചിന്തയോടെ നമ്മൾ നാമം ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സേവനം ചെയ്യാനുള്ള രുചിയും ഉണ്ടാവും, നമുക്ക് കൂടുതൽ നാമം ജപിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ എങ്ങനെയെങ്കിലും 16 മാല ജപിച്ച് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ ജമാലെ കൊണ്ട് അവിടെ തൂക്കിയിടുക, അത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും നമ്മൾ സമയം നോക്കും, എത്രയും പെട്ടെന്ന് നാമം ജപിച്ച് തീർക്കാൻ ശ്രമിക്കണം എന്നുള്ള ചിന്തയോടെ. നാമത്തെ നമ്മൾ ഒരിക്കലും ഒരു കംപ്ലീറ്റ് ചെയ്യുക അല്ലെ, നമ്മളതിനെ ഫിനിഷ് ചെയ്യാനുള്ള രീതിയില്ല. അത് നാമജപം എന്ന് പറയുന്ന സേവനമാണ്. അപ്പൊ ആ ശ്രദ്ധയോടെ നമ്മൾ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുക, അതും ഏറ്റവും വലിയ സേവനമാണ്. കാരണം എന്താണ്, നമ്മൾ ഭഗവാന്റെ അടുത്ത് അപേക്ഷിക്കുകയാണ്, അങ്ങയുടെ സേവനത്തിൽ എന്നെ നിരതനാക്കുമെന്ന് അപേക്ഷ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ അപേക്ഷിക്കുന്ന സമയത്ത് എങ്ങനെയുണ്ടാണ് അപേക്ഷണം? നമ്മൾ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ 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 അങ്ങനെ നമ്മൾ ജീവിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പം അതും നമ്മൾ നമ്മൾ ഹ്യൂമിലിറ്റിയോടെ അല്ലെ, നമ്മൾ ആ എളിമത്തത്തോടെയും നമ്മളെന്താണ്, എനിക്ക് സേവനം വേണം എന്ന ആഗ്രഹത്തോടെയും അല്ലെ, ആ ആഗ്രഹത്തോടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ല ജസ്റ്റ് നമ്മൾ മെക്കാനിക്കൽ ഫോർമാലിറ്റി ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ആ അത് പൂർണ്ണമാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജപിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അപേക്ഷിക്കുക, എനിക്ക് നാമം ജപിക്കാൻ അതിന് രുചിയൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഗുരുവര്യന്മാരടുത്തും ശീലപ്രഭുപാദ ഗുരുപരമ്പരയോടൊക്കെ നമ്മൾ അപേക്ഷിക്കുക. ശ്രദ്ധയോടെ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാനും അപരാധമില്ലാതെ നാമം ജപിക്കാനും ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ജപിക്കാനും, എനിക്ക് രുചിയില്ലെങ്കിലും ഇത് ഭഗവാന്റെ സന്തോഷത്തിനാണ് എന്ന ബോധത്തോടെ നമ്മൾ ജപിക്കുകയാണെങ്കിൽ കാലക്രമേണ നമുക്ക് നാമം ജപിച്ച് ജപിച്ച് നമുക്ക് ആ ഒരു രുചി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ അതാണ്. അപ്പൊ നമുക്ക് ഇതാണ് ഇന്ന് മനസ്സിലാക്കണം. അപ്പൊ ഗോപികമാരുടെ മൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് ഉണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഭഗവാൻ കൃഷ്ണൻ സന്തോഷം കൊടുക്കാനുള്ള ഒരേ ഒരു മൂഡാണ് അവർക്കുള്ളത്. അപ്പൊ അത് ഒരിക്കലും നമ്മൾ ആ ഒരു ലീലകൾ നമുക്ക് ഭൗതിക കണ്ണുകളോട് നമുക്ക് കാണാൻ പാടില്ല. കാരണം അത് ഏറ്റവും ഉയർന്നതാണ്. കാരണം അവര് എല്ലാം ത്യാഗം ചെയ്തും എല്ലാത്തിനും ത്യാഗം ചെയ്ത് ഭഗവാന് സന്തോഷം കൊടുക്കാനുള്ള ഒരു ചിന്ത മാത്രമാണ് അവർക്കുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ സേവനങ്ങൾക്ക് എന്താണ്, നമ്മൾ എന്ത് എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും അല്ലെങ്കിൽ നമുക്ക് എന്ത് ഭക്തമായിട്ട് നമ്മളുള്ള രസച്ചേർച്ച വന്നാലും ആരും നമുക്ക് എന്തെങ്കിലും നമ്മൾ ഉപദേശിച്ചു അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചീത്ത പറഞ്ഞു എന്നൊക്കെ വിചാരിച്ച് നമ്മൾ മാറി നിൽക്കാതെ നമ്മൾ എന്താ ചെയ്ത് ഭഗവാന്റെ അടുത്തുള്ള ഒരു ഭക്തൻ നമ്മൾ ശകാരിക്കുകയാണെങ്കിൽ കൂടി അത് നമ്മളെ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ഭക്തിയെ നമുക്ക് അഡ്വാൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമുക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മൾ തിരുത്തുക എന്തിനാണ് നമ്മളെ ആക്ച്വലി നമ്മുടെ ഭക്തിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഡിഫറൻസ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ മനസ്സിലാക്കുക, അൾട്ടിമേറ്റ്ലി ഞാൻ ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു പ്രസ്ഥാനം നമുക്ക് വന്നിരിക്കുന്നത്, പ്രൂവാൻ തന്നിരിക്കുന്നത്. അപ്പൊ അതായിരിക്കും എന്റെ മൂഡ്.
അതല്ലാതെ വേറെ എന്തെങ്കിലും നമ്മളെ ലക്ഷ്യമാണെന്നുണ്ടെങ്കിൽ കാലക്രമം എന്ത് സംഭവിക്കും? നമുക്ക് അത് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഇരുന്ന് മാറി നിൽക്കും. അപ്പൊ പരിശുദ്ധ ഭക്തി നമ്മൾ ലക്ഷ്യം വെക്കുകയാണെങ്കിൽ നമുക്ക് എന്നെന്നും നമുക്ക് എല്ലാ സേവനങ്ങളും ഏത് എളിമത്വത്തോടെ ഏത് സേവനം നമുക്ക് ചെയ്യാനും നമുക്ക് സാധിക്കും. കാരണം പരിശുദ്ധ ഭക്തിയാണ് നമ്മുടെ ലക്ഷ്യം. അതല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും പേര്, പ്രശസ്തി അങ്ങനത്തെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടും, ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷെ കൃഷ്ണനെ നമുക്ക് കിട്ടില്ല. ചിലപ്പോൾ അത് കിട്ടിയില്ലാന്നിരിക്കും. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഭക്തി നമ്മൾ കളഞ്ഞിട്ട് പോകും. അതുകൊണ്ട് നമുക്ക് ഗോപികമാരുടെ കാൽപ്പാടുകൾ പിന്തുടരുക. അവരത്ത് നമ്മൾ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക. അവർ അത്രയും പരിശുദ്ധ ഭക്തന്മാരാണ്. അവരുടെ അവരുടെ ആ സേവന മനോഭാവവും അതിൻ്റെയൊക്കെ അതിൽ നിന്ന് ഒരു അംശമെങ്കിലും നമുക്ക് നേടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു ജന്മാഷ്ടമി വരുന്ന സമയത്തും നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, പരിശുദ്ധ ഭക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ സംശയങ്ങളൊന്നും ഇല്ലാതെ തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് എൻഡ് ചെയ്യാം. 5:45. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ ഹരേ ഡൗട്ട് കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. പ്രണാമം. അപ്പം ക്ലാസ് നമുക്ക് എൻഡ് ചെയ്യാം. വന്നു ചേർന്ന എല്ലാ ഭക്തന്മാർക്കും വിനീതമായ നന്ദി. ശ്രീ ചൈതന്യ ശീലപ്രഭുപാദകി ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.